കടലും കടലാടിയും തമ്മിലുള്ള ഒരു ബന്ധം പുറത്തു വന്നിട്ടുണ്ട്. കടലും കടലാടിയും പോലെ തമ്മിലുള്ള ബന്ധമാണ്. ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കും. കടലും കടലാടിയും മൂപ്പര് പറഞ്ഞു വരുന്നത് ചെന്നിത്തലയും SNDP തമ്മിലുള്ള ബന്ധമാണ്. അന്തസ്സുണ്ട്. പക്ഷെ ഈ ബന്ധം സ്വന്തം പാർട്ടിക്കാർ തമ്മിൽ ഉണ്ടോ എന്നാണ് സംശയം. ഇത് കടുംപെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതിനും ഭാഗ്യം എന്ന് പറയുന്നത് വേണം. അത് മൊത്തമേ കോൺഗ്രസ് തന്നെ കണ്ടകശിനിയാണ്. പിന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന രമേശിനും ആ കണ്ടകശിനിയെ ബാധിക്കും എന്നുള്ള നേരല്ലേ. കണ്ടകശനിയാണെങ്കിലും ചെന്നിത്തലയുടെ മിടുക്കത്തരങ്ങൾ എണ്ണി എണ്ണി പറയാണ് വെള്ളാപ്പള്ളി. രമേശ് ചെന്നിത്തല മിടുക്കനാണ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇത് വലിയൊരിതാണ്. ചെന്നിത്തല അതിനേക്കാൾ വലിയൊരിതാണ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വർണ്ണനകളാണ് ചെന്നിത്തലക്ക് ചാർത്തി കൊടുക്കുന്നത്. രമേശിന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറെ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഇതിങ്ങോട്ട് കേട്ടപ്പോ ചെന്നിത്തല ഇങ്ങോട്ട് കോരിത്തരിച്ചു. ഞാൻ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ആളാണ്. എന്തൊരു തെളിച്ചാണ് ആ മുഖത്ത്. സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എന്നാ നമുക്ക് മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കാം. കോൺഗ്രസിന് ഭരണം കിട്ടിയാല് ഇത് ആർക്കാ കൊടുക്കുക? രമേശ് എന്താ കുറവ്? കുറവൊന്നുമില്ല. മുഖ്യമന്ത്രിയെ കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാള്. അത് അതുപോലെയല്ല, പഴയ പോലെയല്ല, അതൊക്കെ മാറി. എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിരുന്ന ഒരു നേതാവ്. KPCC നേതൃത്വത്തിലായാലും MLA ആയിട്ടാണെങ്കിലും അദ്ദേഹം അഖിലേന്ത്യാ ലെവലിൽ പോലും വളരെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമുഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങളെ വിശ്വാസം. ആ വിശ്വാസം കോൺഗ്രസിൽ എല്ലാവർക്കും ഉണ്ടാവുമോ? 5 പേര് താക്കോലിന് വേണ്ടി നടന്നുണ്ട്. അല്ല, ഈ 5 ആൾ ആരൊക്കെയാണ്? രമേശ് ചെന്നിത്തലയുണ്ട്, വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുരളിയുണ്ട്, പിന്നെ ഒരുപാട് കോൺഗ്രസിനകത്ത് ഒരുപാട് ആൾക്കാരിങ്ങനെ വരി നിൽക്കുകയാണ്. അപ്പൊ ഈ താക്കോൽ ഇപ്പൊ ആർക്ക് കൊടുക്കും? അങ്ങനെ ഒരുപാട് താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടും അടുത്ത ഭരണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് നടക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഒരു ഐക്യമില്ലാതെ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അതിനെതിരാണ് പറഞ്ഞിരിക്കും UDF കൺവീനർ. അപ്പൊ അടുത്ത തവണയും ഈ താക്കോൽ ആർക്കും കിട്ടൂലേ? കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ 4-5 പേര് മുഖ്യമന്ത്രി ആകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ 5-6 മുഖ്യമന്ത്രി കുപ്പായം വെറുതെ ആവുന്ന്. ഒരു കുപ്പായത്തിന്റെ പോക്കറ്റിലെങ്കിലും ഇതൊന്നും ഇടാൻ പറ്റുമോ? ജനിക്കാത്ത ഒരു കൊച്ചിനെ എന്തിന് നമ്മളിപ്പോൾ പേരിടണം? ചെന്നിത്തലക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് ഭരണം കൊടുക്കാൻ വെള്ളാപ്പള്ളിയുടെ മനസ്സ് അനുവദിക്കണില്ല.